നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കർശന വ്യവസ്ഥകളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജാമ്യം സംബന്ധിച്ച പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് വിചാരണ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. 7.5 വർഷത്തിന് ശേഷമാണ് സുനി ജയിൽ മോചിതനായിരിക്കുന്നത്. സുനി പുറത്തിറങ്ങിയത് കേസിനെ ബാധിക്കുമോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുന്നു ശ്രീ സജി നന്ദ്യാട്ട്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീ സുഭാഷ് ബാബു എന്നിവർ. ആദ്യം ശ്രീമതി ആശ ഉണ്ണിത്താൻ, നേരത്തെ തന്നെ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് പൾസർ സുനിക്ക് ജാമ്യം കിട്ടും എന്ന കാര്യം ഉറപ്പായിരുന്നു. ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെ എന്നതായിരുന്നു നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി പുറത്തേക്ക് വരുമ്പോൾ ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പക്ഷേ ഈ വ്യവസ്ഥകൾ, ജാമ്യത്തിന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഈ വ്യവസ്ഥകൾ ആ ആശങ്കകൾ കുറയ്ക്കാൻ പര്യാപ്തമാണോ? വ്യവസ്ഥകൾ ആശങ്കകൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രമുള്ള വ്യവസ്ഥകളൊന്നുമില്ല. വളരെ കോമൺ ആയിട്ടുണ്ടാവുന്ന പ്രതികൾക്കും കിട്ടുന്ന ഒരു വ്യവസ്ഥ മാത്രമേ ഈ കേസിലും ഉണ്ടായിട്ടുള്ളൂ. അതായത് സാക്ഷികളെ സ്വാധീനിക്കരുത്, ഇത് നശിപ്പിക്കരുത്, സ്ഥലം വിട്ടു പോകരുത്, 1 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറയാ എന്നൊക്കെ ഉള്ളത് സാധാരണ നിലയിൽ എല്ലാ കേസുകളിലും പ്രതികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പ്രതിയായി ആരോപിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ജാമ്യ വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ള ആശ്വസിക്കാവുന്ന യാതൊന്നും തന്നെ നമ്മളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്രയും ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്ത മനുഷ്യൻ, അതായത് സമാനതകളില്ലാത്ത, ഇതിനു മുൻപ് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ക്രൈം ചെയ്ത ആള്, അതും ഒരുപാട് ആളുകൾ സാക്ഷികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സാക്ഷികളെ പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള കേസ് ഇപ്പോഴും വളരെ ലൈവായിട്ട് കിട്ടുന്ന, കേരളപ്പുഴനും ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്ന ഒരു കേസാണ്. ആ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് പോകുന്ന ഈ അവസാന കാലത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഞാൻ ഈ കേസ് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ തീർക്കാം, അതുവരെ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ആ രീതിയിലൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതൊരു കുറവോ അല്ലെങ്കിൽ ന്യൂനതയായിട്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. അല്ലാത്ത വളരെ സാധാരണ രീതിയിലുള്ള മറ്റെല്ലാ കേസുകളെ പോലെ തന്നെ ആ കേസുകളിലുള്ള ഒരു പ്രതി, ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ അവകാശമുണ്ട്, കുറെ കാലമായി ജയിലിൽ കിടക്കുന്നു എന്ന രീതിയിലാണ് സുപ്രീം കോടതിയെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥകളോടുകൂടി ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആശ്വസിക്കാൻ വലിയ വകയില്ല എന്നതാണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ചില ഡിസ്റ്റർബൻസ് ഉണ്ട്, അക്കാര്യങ്ങൾ കൂടി അതിനോടകം ശരിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മെൻസ് അസോസിയേഷന്റെ പ്രതിനിധി വട്ടിയൂർക്കാവ് അജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, ഇവിടെ സംസ്ഥാനം ഇതുപോലെയൊക്കെ ചർച്ച ചെയ്ത മറ്റൊരു കേസുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം നമ്മൾ ഈ കേസ് ചർച്ച ചെയ്തിട്ടുണ്ട്. സമാനതകളില്ലാത്ത ഇങ്ങനെയൊരു സംഭവം സമാനതകൾ ഇല്ലാത്തതായിരുന്നു. അന്നാണ് നമ്മൾ ആദ്യമായി ഇങ്ങനെയൊക്കെയും ക്രൂരത അരങ്ങേറുമെന്ന് കേട്ടത്. അതിലെ പ്രതിയാണ് 7.5 വർഷം, അതിലെ ഒന്നാം പ്രതിയാണ് 7.5 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നത്. അവരെ പൂവിട്ട് സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സ്വീകരണം നൽകാൻ എന്ത് പുണ്യപ്രവൃത്തിയാണ് ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന പൾസർ സുനി ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പൾസർ സുനിക്ക് ഈ 7.5 വർഷം സബ് ജയിലിൽ കിടക്കേണ്ടി വന്നത് തന്നെയാണ് കാരണം. അല്ലാതെ മറ്റൊരു കാരണവും കൊണ്ടല്ല ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി അവിടെ പോകാനുണ്ടായ കാരണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് സമാന കേസുകളിൽ ഈ സ്ത്രീകൾ പ്രതികളായിട്ട് വരുന്ന കേസുകൾ, അത് കൊലപാതക കേസുകൾ വരെ നമ്മൾ കഷായം ഗ്രീഷ്മയൊക്കെ കണ്ടതാണ്. എത്ര ദിവസം ആ പെൺകുട്ടി ജയിലിൽ കിടന്നിട്ടാണ് പുള്ളിക്കാരി പുറത്തിറങ്ങി ഇന്ന് സുഖവാസം അനുഭവിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ത്രീകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ മിടുക്കിക്കുട്ടിയാണ്, അവൾ റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടി അവരെ ജയിലിലോട്ട് അയക്കുകയും പിന്നീട് നിസ്സാര ദിവസങ്ങളോ ആഴ്ചകളോ
അല്ലെങ്കിൽ ഒരു മാസം കിടക്കുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടി, ജാമ്യം കൊടുത്ത് പുറത്തിറക്കി വിടുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ പൾസർ സുനി 7.5 വർഷം എന്തിന് ജയിലിൽ കിടക്കണം? ഇദ്ദേഹത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഞാൻ വീഡിയോയിൽ കൂടി തെറി വിളിച്ച് വളരെയധികം മോശമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയാണ്. പറഞ്ഞ കേസിൽ അവർ പുറത്തേക്ക് വന്നപ്പോ മാലയിട്ട് സ്വീകരിക്കാനോ ഹാരം കൊടുത്ത് സ്വീകരിക്കാനോ ആരെങ്കിലും കണ്ടോ അവിടെ? അത് എങ്ങനെ കണ്ടോന്നാണ് മനസ്സിലായില്ല. അല്ല, അവർക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നപ്പോ ഇതുപോലെ മാലയിട്ട് സ്വീകരിക്കാൻ ആരെങ്കിലും കണ്ടോ? താങ്കൾ അങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടോ? അല്ല, അതുപോലെ ഒരു 30 ദിവസമോ 60 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസത്തിനകത്ത് ജാമ്യം കൊടുത്ത് ഇദ്ദേഹത്തെ പുറത്ത് വിട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ചോദിക്കില്ലല്ലോ. ഞങ്ങൾ ഈ വരാൻ പൂമാല ഇടാൻ വേണ്ടി ഞങ്ങൾ വരില്ലായിരുന്നു. പക്ഷേ ഒരു രീതിയിലും മാന്യമല്ലാത്ത, മാനുഷിക പരിഗണന കൊടുക്കാത്ത സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന എന്തുകൊണ്ട് ഇവിടെ പുരുഷൻ കിട്ടുന്നില്ല? 7.5 വർഷം എന്തിന് അദ്ദേഹം വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കിടക്കണം? ഈ കേസ് എന്തുകൊണ്ട് തീർക്കുന്നില്ല? അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ഈ 7.5 വർഷം വിചാരണ തടവുകാരനായിട്ട് അവിടെ ഇട്ടിരിക്കുകയും ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ 25,000 രൂപ വരെ ഫൈൻ അടയ്ക്കാൻ പറയുകയും ചെയ്യുന്ന കോടതിയിൽ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികൾ? അതൊരു ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ലേ? ആ ആണെന്നുള്ള പരിഗണന അല്ലെങ്കിൽ പെണ്ണെന്നുള്ള പരിഗണന ഇവിടെ പാടില്ല. വേർതിരിവ് പാടില്ലാതെ ആണും പെണ്ണും തുല്യ രീതിയിൽ ഏതൊരു സമാന കേസുകൾ വന്നാലും തുല്യ രീതിയിലാണ് നിയമങ്ങൾ നടപ്പിലാകുന്നതെങ്കിൽ ഞങ്ങൾ ഒരിടത്തും മാലയിടാൻ പോകില്ല. ഞങ്ങൾ ഒരിക്കലും ഇവനെ അംഗീകരിക്കില്ല. ഇവനെ അംഗീകരിച്ച ആളുമല്ല. ഞാൻ ദിലീപിന്റെ കേസ് പേര് പറഞ്ഞതാണ് ഇവനെ പറ്റി ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു തെറ്റായിട്ടുള്ള നടപടി. ദിലീപിന്റെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും വർഷം കിടക്കേണ്ടി വന്നതും ഇത്രയും വിചാരണ തടവുകാരനായിട്ട് കിടക്കേണ്ടി വന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഇദ്ദേഹത്തിന് പുറത്തുപോയി കേസ് നടപടികൾ തുടർന്ന് അദ്ദേഹം ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വെറുതെ വിടുമായിരുന്നു. പക്ഷെ ദിലീപിന്റെ പേര് ആവശ്യമില്ലാതെ അത്രയും നിസ്സഹായനായതുകൊണ്ടാണല്ലോ ഇത്രയും കാശ് മുടക്കി ഇത്രയും നിയമ പോരാട്ടത്തിലൂടെ ഇത്രയധികം വലിയ വക്കീലന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രശസ്തരായ പ്രമുഖരായ വക്കീലന്മാരെ ഉപയോഗിച്ച് കേസ് നടത്തി പുറത്തേക്കിറങ്ങുന്നത് താങ്കൾ ഈ പറയുന്നത് പോലെ നിസ്സഹായനായതുകൊണ്ടായിരിക്കുമല്ലോ. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, താങ്കൾ ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞു അന്യായമായി ജയിലിൽ കിടക്കേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടൽ നോക്കിയാലും അങ്ങനെ ഒരു കാര്യം അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ആ ജാമ്യം അനുവദിക്കേണ്ടി വരുന്നു എന്നത് കാരണമായി സുപ്രീം കോടതിയും അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ KSRTC ബസ്സിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് ഉണ്ടായിരുന്നല്ലോ. അധിക ദിവസമൊന്നും ജയിലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുറത്തു വന്നപ്പോഴും നിങ്ങൾ ഇതേപോലെ പോയി സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന കണ്ടു. ആ പെൺകുട്ടിയുടെ ജീവിത രീതി എന്തായിരുന്നു എന്നറിയോ? ആ പെൺകുട്ടി ഫേമസ് ആവാൻ വേണ്ടി അവളുടെ ഇൻസ്റ്റഗ്രാം ID പറഞ്ഞുകൊണ്ടാണ് അവൾ ലൈവിൽ വന്നത്. ആ പെൺകുട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് 2 ദിവസം ആ വീഡിയോ ചെയ്യുകയും സൈലന്റ് ആയിട്ടിരിക്കുകയും ചെയ്തതാണ് ഞങ്ങളുടെ സംഘടന. 2 ദിവസത്തിന് ശേഷമാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്നും ഇങ്ങനെ ഒരു ഇരയെ തേടി നടക്കുകയായിരുന്നു ആ പെൺകുട്ടി എന്നുള്ള കാര്യങ്ങൾ എന്റെ ചെവിയിൽ എത്തുന്നത്. ഞങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം ഞങ്ങളത് പഠിക്കുകയും പഠിച്ചതിന് ശേഷമാണ് ആ സ്ത്രീക്കെതിരെ ഞാൻ DGPക്ക് പരാതി കൊടുക്കുന്നത്. DGPക്ക് പരാതി കൊടുത്ത് വേണ്ട നടപടികൾ ചെയ്താണ് ഞാൻ ആ കേസിൽ ഇടപെടുന്നത്. അല്ലാതെ പോയി അദ്ദേഹത്തെ ഒരു ദിവസം കൊണ്ട് മാലയിടുകയല്ല ചെയ്തത്. പിന്നെ കോടതിക്ക് തന്നെ ആ കേസ് ഫേക്കാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഒരു റിമാൻഡ് മാത്രമേ സവാദ് ജയിലിൽ കിടന്നിട്ടുള്ളൂ. ഞങ്ങൾ ഏത് രീതിയിൽ കേരള ജനത ഒന്നടങ്കം നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. കാരണം ഒരു വ്യാജ പരാതിയാണെന്ന് അത് വ്യക്തമായിരുന്നു. കോടതിക്ക് പോലും ബോധ്യം വന്നത് കൊണ്ടാണ് 14ാമത്തെ ദിവസം ജാമ്യം കൊടുത്തത്. അപ്പൊ പിന്നെ ഞങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും എല്ലാം ഞങ്ങൾ പഠിച്ചപ്പോ പുറത്തിറങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു യുവാവ് ഒരു തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് പരാതിയുടെ പേരിൽ ഒരു ജീവൻ പൊലിയാൻ പാടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായാൽ ന്യൂസ് കൊടുക്കും. ഏത് പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ വരും. ഇവിടെ പുരുഷന്മാർ മൃഗീയമായിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്നു. സ്ത്രീകളുടെ പേര് എഴുതി വെച്ചിട്ട് എത്രയോ പുരുഷന്മാർ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പുരുഷനെതിരെ അവന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഒരു അന്വേഷണവും ഉദാഹരിച്ച പെൺകുട്ടി അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണല്ലോ അതിന്റെ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു അന്യായമായി ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടാണ് സ്വീകരണം ഒരുക്കിയത്. പിന്നീട് താങ്കൾ പറയുന്നു പ്രത്യേക വേഷവിധാനമുള്ള സ്ത്രീകൾ, പ്രത്യേക ജീവിത രീതിയുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകളിൽ അതിന്റെ
മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെ വരുമെന്ന്. അപ്പോൾ ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിലുള്ള ഇടപെടലുകളും സ്വീകരണങ്ങളും പുഷ്പഹാരം അണിയിച്ചുള്ള ആനയിക്കലും ഒക്കെ ഓരോ വിഷയത്തിനനുസരിച്ചിട്ടാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഓരോ വിഷയവും അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു കേസിൽ ഇടപെടാറുള്ളൂ. അത് സവാദ് കേസായാലും ശരി. ഇപ്പൊ പൾസർ സുനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ കഴിഞ്ഞ മാസമാണ് ഒരു 20 ദിവസത്തിനകത്ത് വെച്ച് ഞാൻ ന്യൂസ് ചെയ്തിട്ടുണ്ട് എന്ത് വില കൊടുത്തും പൾസർ സുനിയെ പുറത്തിറക്കും എന്നുള്ളത്. കാര്യം എന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് ഒരു യുവാവിനെ ജയിലിലിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് എന്തുകൊണ്ട് കോടതി 7.5 വർഷം കൊണ്ട് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. സിനിമാ നടി രേവതിക്കെതിരെ എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല? ഇവിടെ പൾസർ സുനി വീഡിയോ എടുത്ത് ദിലീപിന് അയച്ചു കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ദിലീപിനെ 88 ദിവസം ജയിലിലിട്ടത്, ദിലീപിനെ പീഡിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടെ ഒരു യുവാവിന്റെ നഗ്ന വീഡിയോ എടുത്ത് രേവതിക്ക് രഞ്ജിത്ത് ഡയറക്ടർ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ രേവതിക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? ഒരു കേസെടുക്കുവാൻ ഇവിടുത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും വീഡിയോ അയച്ചു കൊടുത്ത ഉടനെ അയച്ചു കൊടുത്തവരെ പിടിക്കാൻ പോകണം പോലീസ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നും എനിക്കറിയത്തില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു ഘട്ടത്തിൽ താങ്കളിലേക്ക് വരണമെന്ന് കരുതിയതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് രണ്ടാമത് തന്നെ താങ്കളിലേക്ക് വരേണ്ടി വന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇതുപോലെ അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ പൾസർ സുനിക്ക് ആരാധകരുണ്ട്. പൾസർ സുനിയെ എന്ത് വില കൊടുത്തും പുറത്തു കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ സ്വീകരണം നടത്തിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത്രയും പ്രമാദമായ ഒരു കേസ് ഈ രീതിയിൽ ചർച്ച ചെയ്തു. പക്ഷേ നോക്കൂ, ആ കേസിൽ പോലും വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കോടതി പോലും ആ നടപടികളിൽ അത്ഭുതം കാണുകയാണ്, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇങ്ങനെ നീണ്ടുപോകുമോ എന്ന് നിർഭാഗ്യകരമെന്ന് കോടതിക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. അവിടെയാണ് 1-ാം പ്രതി ഇപ്പോൾ കോടതിക്ക് ജയിലിന് പുറത്തേക്ക് വരുന്നത്. ജയിലിനുള്ളിലായിരുന്നപ്പോൾ പോലും ഏതൊക്കെ വിധത്തിൽ കേസ് സ്വാധീനിക്കപ്പെടുന്നു, ഏതൊക്കെ തരത്തിൽ നിയമ പോരാട്ടം നടത്തി വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിരന്തരമായ ശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രധാന പ്രതി കൂടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആശങ്കപ്പെടാൻ ഏറെ കാര്യങ്ങളുണ്ടോ? അദ്ദേഹം 7.5 വർഷം ജയിലിൽ കിടന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനോട് അനുകമ്പാപൂർവമായ കോടതിയുടെ ഒരു വീക്ഷണമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഈ കേസ് 7.5 വർഷം താമസിച്ചു എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അതിന് ഡിലേ ചെയ്യാൻ, അതായത് ഇത് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ദിലീപിന്റെ ഭാഗത്ത്. ദിലീപിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ 57 പെറ്റീഷൻ അദ്ദേഹം ആകെ വിവിധ കോടതികളിൽ കൊടുത്തിട്ടുണ്ട് ഈ കേസ് സംബന്ധിച്ച്. അത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ശരിയാക്കണം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കള്ളക്കേസാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ നോക്കിയെന്നും വീഡിയോ അദ്ദേഹം കണ്ടു എന്നും ഒക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ആദ്യം പറയാത്ത പുതിയ അലിഗേഷൻ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഓരോ പ്രാവശ്യവും അദ്ദേഹം കോടതിയിൽ പോകേണ്ടതും അതേമാതിരി തന്നെ പരാതിക്കാരിയും സുപ്രീം കോടതി വരെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഹൈക്കോടതിയിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പോലും 4 പ്രാവശ്യം, എന്റെ ഓർമ്മയിൽ 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം കോടതിയിൽ പോയിട്ടുണ്ട്. കാരണം പ്രോസിക്യൂട്ടർ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ മാറി, അത് കഴിഞ്ഞ് പ്രോസിക്യൂട്ടറെ നിയമിക്കാതിരുന്നത്, അത് കഴിഞ്ഞ് ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അസാധാരണമായ ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കോടതിയെ മാറ്റണമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് കോടതി പോയിട്ട് അതിന്റെ വാദം കഴിഞ്ഞ് തീരുമാനമാകുന്നവരെ അവിടെ കിടക്കും. അങ്ങനെ ഇത് ചാർജ് ഷീറ്റ് കൊടുത്ത അവസരത്തിൽ തന്നെ അതിന് ഇതിന്റെ കോപ്പി കിട്ടണമെന്നും പറഞ്ഞിട്ട് പെൻഡ്രൈവിന്റെ കോപ്പി കിട്ടണമെന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് കേസ് ഇവിടം വരെ സുപ്രീം കോടതി പോയി. ഇതൊക്കെ ഒരുപാട് സമയം അപഹരിച്ച ഒരു പ്രക്രിയയാണ്. അത് മറ്റു കേസുകളിലൊന്നും ഇല്ലാത്ത രീതിയാണ്. കാരണം അതുകൊണ്ട് ഈ കേസിലെ ഇത്രയും താമസം വന്ന പ്രധാന കാരണം ഇത്രയും കൂടുതൽ നിയമയുദ്ധങ്ങൾ എല്ലാ ആൾക്കാരും പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് മറ്റു രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ പ്രധാനപ്പെട്ട ഈ പരാതിക്കാരിയായാലും പ്രോസിക്യൂഷൻ ആയാലും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് പ്രത്യേകമായാലും ശരി, ഗവൺമെന്റിന്റെ ഭാഗത്തായാലും
എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെതായ ഒരുപാട് പരാതികൾ, പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിലേ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ചിലപ്പോൾ ഈ 7.5 വർഷം ഒക്കെ താമസിച്ചത്. 7.5 വർഷമൊക്കെ ഇത്രയും പ്രമാദമായ കേസ് താമസിക്കുന്നത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല മർഡർ കേസുകളും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ട്രയലിന് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു 5 വർഷം 6 വർഷമൊക്കെ സാധാരണ ഇപ്പൊ പോലും കൊലക്കേസുകൾ താമസിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു എന്താ പറഞ്ഞത്, വളരെ പ്രത്യേക തരത്തില് ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ അത്രയും സങ്കീർണത നിറഞ്ഞ ഒരു കേസാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ഡിലേ ആയത്. ആ ഡിലേ ആയത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ആരെയും എടുത്തെടുത്ത കുറ്റം പറയാൻ പറ്റില്ല. അതിനെല്ലാവരും ഭാഗപക്കാണ്. ഏറ്റവും കൂടുതൽ ദിലീപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് എന്നുള്ളതിന് സംശയമുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ അതിനെ സാക്ഷി വിസ്താരം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ സാക്ഷിയെ സ്വാധീനിക്കണം എന്നുള്ള പ്രശ്നം വരുന്നില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നോക്കിയിട്ടായിരിക്കും കോടതി ജാമ്യം കൊടുക്കുന്നത്. പിന്നെ തന്നെയല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ നിയമം അനുസരിച്ചാണ്. പഴയ നിയമം അനുസരിച്ചിട്ട് ലൈഫ് വരെ കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റവാളി 376 ഉണ്ട്. എന്നിരുന്നാൽ പോലും പഴയ നിയമത്തിൽ 436A, പുതിയ നിയമത്തിൽ 479 ഈ ഇതനുസരിച്ചിട്ട് പറയുന്ന മൊത്തം ഒരു പ്രതി ആ കേസിലെ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന ശിക്ഷയുടെ 1/3 അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ റിമാൻഡ് പീരീഡ് അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അദ്ദേഹത്തിനോടൊരു അനുകമ്പാപൂർവമായ നടപടി എടുക്കണം. പക്ഷെ ലൈഫ് അതേമാതിരി ഡെത്ത് സെന്റൻസ് ഉള്ള കേസിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ശരി, കോടതിയെ സംബന്ധിച്ചുള്ള ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. കാരണം ഇങ്ങനെ ഉണ്ട്, ഇത്രയും കഴിഞ്ഞു, ഏതായാലും ട്രയല് കഴിഞ്ഞു, ഇനിയിപ്പം ആർഗ്യുമെന്റ് ബാക്കി സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് ജാമ്യം കൊടുക്കുന്നത്. അതിനകത്തൊരു അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ തന്നെയും ഈ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് പുറത്തു വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പറഞ്ഞ പ്രകാരം ഇതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിനകത്ത് ഒരു സിം മാത്രമേ ഉപയോഗിക്കുന്നത്. അയാളുടെ സിം ഉപയോഗിക്കേണ്ട വേറെ എത്ര പേര് ഫോൺ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയൊരു എന്താ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ബെയിൽ കണ്ടീഷൻ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാക്ഷിയെ സ്വാധീനിക്കുക, ഒരു സിം പോലും ഉപയോഗിക്കല് എന്ന് പറഞ്ഞാൽ പോലും ബന്ധപ്പെടാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ച സമയത്ത് എന്തൊക്കെ അവസരങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകളിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഞാൻ അതിഥികളിലേക്ക് എത്താം വളരെ പെട്ടെന്ന്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇവിടെ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യവസ്ഥകൾ ഇവിടെ BNS വരുമ്പോൾ അത് കുറച്ചുകൂടി ഉദാരമാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആകെ ലഭിക്കുന്ന ഈ ശിക്ഷയുടെ 1/3 അനുഭവിച്ചാൽ ജാമ്യം ഉറപ്പായും നൽകണം എന്ന തരത്തിലൊക്കെ. അപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന് നമ്മൾ കരുതിയാൽ തന്നെയും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നോക്കൂ, അവർക്ക് നീതി ഉറപ്പാക്കാൻ ഏതൊക്കെ വിധത്തിലാണ് ഇപ്പോഴും പോരാടേണ്ടി വരുന്നത് എന്ന്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അനന്തമായി ക്രോസ് എക്സാമിൻ ചെയ്യുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി ഈ ജാമ്യ നൽകിയ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന്, നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്ന് പോലും കോടതിക്ക് പറയേണ്ടി വരുന്നു. പക്ഷേ അതേ കോടതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിജീവിത നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ അനുകൂലമായ സമീപനം ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിജീവിതമാർക്ക് ഈ നിയമ പോരാട്ടവുമായി പോകേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും മോശം അവസ്ഥകളാണോ ഈ കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇതില് വളരെയധികം അക്കാഡമിക് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ് എന്നെ സംബന്ധിച്ചോളം ഇത്. കാരണം ഞാൻ വിക്ടിമൈസേഷൻ ഓഫ് വിമൻ കോസ് ഓഫ് ഡിനൈഡ് ജസ്റ്റിസ് എന്ന വിഷയത്തിലാണ് എൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ക്രിമിനൽ ന്യായ വ്യവസ്ഥയിൽ എപ്പോഴും വിക്ടിം ഒരു സെക്കൻഡ് കപ്പിളാണ്. അതായത് ആ കപ്പിള് രണ്ടാമത്തെ ആളാണ്. എപ്പോഴും ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം തന്നെ അത് നമ്മൾ സാധാരണ പറയുന്ന പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന രീതിയിലാണ്. അപ്പോ കൃഷ്ണയർ പറയുന്ന ഒരു സംഗതി, ജസ്റ്റിസ് കൃഷ്ണയർ പറയുന്നത് ബെയിൽ ഈസ് ദ റൈറ്റ്, ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാമ്യമാണ് എല്ലാവരുടെയും അവകാശം എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ, അത് ചാമ്പ്യൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ജസ്റ്റിസുമാരുടെ ഇടയിലുള്ള ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ആനുകൂല്യങ്ങൾ മുഴുവനും നിരപരാധികളായ മനുഷ്യർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം അപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ
കോടതി വിധിക്കുന്നത് വരെ അപരാധിയാണെന്ന് ഇദ്ദേഹത്തെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതി എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ബഹളം തുടങ്ങും. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും പച്ചപരമാർത്ഥമായി വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്, പൾസർ സുനി ഇതിലെ 1-ാം പ്രതിയാണ്. കൃത്യമായി തന്നെ ഇതിലുണ്ട്. പ്രതി തന്നെ കുറ്റവാളിയാകുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തുമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഗൂഢാലോചന കേസിലെ 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് മാത്രമാണ് നമുക്കുള്ള സംശയങ്ങൾ. അതിൽ കുറെ എവിഡൻസുകളുടെ ഒക്കെ വളരെ അത്യാവശ്യമുണ്ട്. പക്ഷെ ഈ കേസ് വൈകിപ്പോയത് ഒരിക്കലും അതിജീവിതയുടെ പ്രശ്നം കൊണ്ടല്ല, വിക്ടിമിന്റെ വിഷയം കൊണ്ടല്ല. പലപ്പോഴും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വിക്ടിമിന് വളരെ പരിമിതമായ റോളേ ഉള്ളൂ. സ്വന്തമായി ഒരു അഡ്വക്കേറ്റിനെ പോലും വെച്ചുകൊണ്ട് കേസ് നടത്താൻ സാധിക്കില്ല. നമ്മൾ വെക്കുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടുത്തേക്ക് നമ്മൾ എത്തിയത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അതുകൂടാണ്ട് അതിജീവിതയ്ക്ക് ഒരു സ്പെഷ്യൽ വക്കീൽ വേണം എന്ന് കൗൺസിൽ ഫോർ ദി വിക്ടിം എന്ന് വെക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു വക്കീലിനെ വെക്കാൻ സാധിക്കുള്ളൂ. കാരണം മിണ്ടാനേ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അകത്ത് എപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് വിക്ടിമിനെ ലഭിക്കാറുള്ളൂ. അപ്പൊ അതിന്റെ വലിയ പ്രോസിക്യൂട്രിക്സ് ഒക്കെ വലിയ പേരൊക്കെ തന്നെയാണ് അവർക്കുള്ളത്. അതായത് പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആള് പ്രോസിക്യൂട്രിക്സ് എന്നൊക്കെയാണ് അവരുടെ പേര്. പക്ഷെ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. നീതിന്യായ വ്യവസ്ഥയുടെ അക്യൂറ്റൽ റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് പ്രതികളെല്ലാം സുന്ദരമായി ഇറങ്ങിപ്പോകുന്ന, ഒരിക്കലും അക്യൂസ്ഡ് ആവാതെ സംശയത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരിക്കലും നമ്മുടെ നാട് ഒരു ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്ന രീതിയിലുള്ള സിസ്റ്റമേ അല്ല. അത് എക്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള എക്സിസ്റ്റോറിയൽ സിസ്റ്റം മാത്രമാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളുള്ളത് റേപ്പ് കേസിലും സ്ത്രീധന കേസിലും തന്നെയാണ്. എന്നാൽ പോലും നമ്മൾ ഈ കേസിൽ കണ്ടു, പ്രത്യേക കോടതി സ്ഥാപിച്ചു, പ്രത്യേകമായ അന്വേഷണ സംഘത്തെ വെച്ചു, ഏറ്റവും സ്പീഡിൽ കേസ് നടത്തണമെന്ന് പറഞ്ഞു. ഒരു പ്രമാദമായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖയായിട്ടുള്ള ഒരു നടിയാണ്, അവർക്ക് സാമ്പത്തികമോ മറ്റു രീതിയിലുള്ള വിഷയങ്ങളില്ല എന്ന് നമുക്കറിയാം. ഇത്രയധികം സ്വാധീനമുണ്ട് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. എന്നിട്ട് എന്ത് കാര്യം? കാരണം അതിനേക്കാൾ പ്രബലരായിട്ടുള്ള ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ജസ്റ്റിസ് സിസ്റ്റം ഒന്നും ചെയ്യാൻ പറ്റാതെ കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. സുപ്രീം കോടതി പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഇങ്ങനെ ക്രൂശിക്കാൻ പാടില്ലെന്ന്. അത് നടക്കുന്ന ഒരു കോടതിയുടെ അകത്ത് തന്നെയാണ്. പ്രോസിക്യൂട്ടേഴ്സ് ഒരുപാട് വിഷമിച്ച് ഞങ്ങളെ കോടതി മാറണമെന്ന് ചെന്നു. എന്നിട്ട് ഈ സുപ്രീം കോടതി കൊടുത്തില്ല. അപ്പൊ ഇന്ന് സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഇതേ കേസുമായി ഇതേ വിഷയങ്ങളും ഇവിടെ നടക്കുന്ന അനീതിയെ കുറിച്ച് പറയാൻ വേണ്ടി ചെല്ലുമ്പോ ഇൻജസ്റ്റിസ് ഇൻ ക്യാമറയാണ് നടന്നുകൊണ്ടിരിക്കണേ എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ അത് കാണാൻ കണ്ണുണ്ടായിരുന്നില്ല കോടതിക്ക്. പക്ഷെ ഇന്ന് ഒരു പ്രതിയുടെ ജാമ്യം, കേവലമായ ഒരു പ്രതിയുടെ ജാമ്യം എന്ന രീതിയിലെ നോക്കി കാണുമ്പോൾ പ്രതിക്ക് ജാമ്യത്തിന് അവകാശമുണ്ട്, പ്രതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഒരു പ്രത്യേകതയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുതിയതായിട്ട് വച്ചു കൊടുത്തിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇത്രയും ഇൻഫോർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിന്റെ കാര്യങ്ങളൊക്കെ വളർന്ന കാലഘട്ടത്തില് ഈ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാര് ഒരു സിം എന്ന് പറയാ, 1 ലക്ഷം രൂപ എന്ന് പറയാ, പരിധി വിട്ട് പോണതിനെ കുറിച്ച് പറയാ, ഇതൊക്കെ ഒരിക്കലും ഇതൊന്നും വാച്ച് ചെയ്യാൻ പോലും ഒരാളുണ്ടാവില്ല. ഇദ്ദേഹം ഈ പരിധി വിട്ട് പോയിട്ടുണ്ടോ എന്ന് വാച്ച് ചെയ്യാനോ അതിനെ കുറിച്ച് പറയാനൊന്നും ആരുമില്ല. ഇദ്ദേഹത്തെ ആരും ഫോളോ ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. ആരെങ്കിലും കണ്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ പുറകെ ഒരു സൈബർ വിങ്ങിനെ വെച്ച് ഇയാളുടെ സിം, ഇയാളുടെ ഫോൺ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു ആര് നോക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു പൾസർ സുനിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നോക്കിയാൽ നന്ന്. കേരള പോലീസിന് അതിന് മാത്രമുള്ള സ്ട്രെങ്ത് ഉണ്ടോ? അതിനുള്ള സംവിധാനം ഉണ്ടോ? അപ്പം നീതി നടപ്പിലാക്കലിന്റെ അകത്ത് നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ഒരുപാട് വീഴ്ചകളുണ്ട്. ആ എല്ലാ പരിമിതികളും, ലിമിറ്റേഷൻസ് ഉണ്ട്, വീഴ്ചകളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ 3 ലോകരാജ്യങ്ങൾ എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുള്ള, ഇൻഫ്രാസ്ട്രക്ചർ കുറവുള്ള, മറ്റു സൗകര്യങ്ങൾ കുറവുള്ള നാടുകളിലെ മനുഷ്യർക്ക് കിട്ടുന്ന നീതി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ നീതി എന്ന് വിളിക്കാൻ പറ്റാത്തതാണ്. ഒരുതരം അപ്പകഷ്ണങ്ങൾ എറിഞ്ഞു കിട്ടുന്ന രീതിയിലുള്ള സംഗതികൾ തീർച്ചയായും അവിടെ നീതിക്ക് വേണ്ടി പോരാടും എന്ന ആ നടിയുടെ ഉറച്ച മനസ്സ് മാത്രമാണ് ഒരു പ്രതീക്ഷയായി ഇപ്പോഴും അവശേഷിക്കുന്നത്. ഏതറ്റം വരെയും പോരാടാനുള്ള അവരുടെ മനസ്സ് ഒരുപക്ഷെ വിജയിക്കുമോ എന്നതാണ് ഇനി പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. ഇവിടെ ദിലീപ് ഫാൻസിന്റെ ഭാഗമായിട്ട് സജി നന്ദിയാട്ടിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് ഉണ്ടായ ചില ആശയക്കുഴപ്പം മൂലം ഇനി പങ്കെടുക്കാനില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, താങ്കൾക്ക് തന്നെ വേണമെങ്കിൽ ആ റോള് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ താങ്കൾ 2-3 കേസുകളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു എന്നൊക്കെ പറഞ്ഞു. അതും പ്രത്യേകതരം പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി. എല്ലാ പുരുഷന്മാരെയും ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. അവിടെ ഈ പൾസർ സുനി
നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസിലെ പ്രതിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തണമെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാമല്ലോ. ഇതിപ്പോൾ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ജാമ്യം കിട്ടുന്നു, അതൊരു സ്വാഭാവിക നടപടി മാത്രമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും സമയം കാത്തിരിക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ ഐക്യദാർഢ്യം ഈ രീതിയിലുള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നു? എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഈ 25 ദിവസത്തിന് മുന്നേ വരെ ഈ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ബന്ധപ്പെട്ടിട്ടുമില്ല. ഞാൻ എന്നെ അന്വേഷിച്ച് കുറച്ചു പേര് വരികയും അവരെന്നോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പഠിക്കുകയും അദ്ദേഹത്തിന് എന്താ പറയുക മാനുഷിക പരിഗണന, ഒരു മനുഷ്യന് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല, ഒരു പുരുഷന് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 25 ദിവസത്തിന് മുൻപേ ഞാൻ വീഡിയോ ചെയ്തു. നവകേരള എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൽ ഞാൻ അത് ആദ്യമായിട്ട് പറയുകയും ഏകദേശം ഒരു ഏറ്റവും അടുത്ത നാൾ, ഒരു മാസത്തിനകം അല്ലെങ്കിൽ ഒരു 60 ദിവസത്തിനകം പൾസർ സുനിയെ പുറത്തു കൊണ്ടുവന്നിരിക്കുമെന്ന് ആ ഒരു ചാനലിൽ പറയുകയും പിന്നീട് ഒത്തിരി ചാനലുകളിൽ ഞാൻ ആ ന്യൂസ് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കേസിൽ ഇടപെടുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷത്തിന് മുന്നേ വരെ അല്ലെങ്കിൽ 6 മാസത്തിന് മുന്നേ വരെ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ നമ്മൾ ഇടപെടില്ല. ഒരു പുരുഷന് നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടന അതിൽ ഇടപെടുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാം, ദിലീപിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ യഥാർത്ഥം പറഞ്ഞാൽ ഈ കേസുകളിൽ സംസാരിച്ചിട്ടുള്ള ഈ കേസിൽ. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരുപാട് സമരങ്ങൾ നടത്തി അദ്ദേഹത്തിന് നീതി കിട്ടണം. ഒരു ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പൾസർ സുനി വേറെയും പല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൾസർ സുനി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടനെ, നമ്മൾ ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ച ഒരു നടനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ഇത്രയും തേജോവധം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ന്യൂസിലൊക്കെ അന്ന് വന്ന് വരികയും ചെയ്തു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷനെ ഏത് രീതിയിൽ ഇപ്പൊ തന്നെ നടന്മാർക്കെതിരെ ഓരോ മുൻകാല ഫീൽഡ് ഔട്ടായ കുറെ സ്ത്രീകൾ ഓരോ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു അന്വേഷണവും കൂടാതെ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് ഓടുന്നുണ്ട്? എന്തുകൊണ്ട് തിരിച്ചുണ്ടാകുന്നില്ല? ഇപ്പോ ഈ പറയുന്ന മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ പോക്സോ കേസ് ഉയർത്തിക്കൊണ്ട ആ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല? ഈ സ്ത്രീക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അടുത്ത് ഇതായിപ്പോ നേരത്തെ സംസാരിച്ചത് ഞാൻ പറഞ്ഞപ്പോഴാണ് കട്ട് ചെയ്ത് വേറൊരാളിലേക്ക് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്താൽ പോക്സോ കേസാണെങ്കിൽ അപ്പൊ റിമാൻഡ് ചെയ്യണ്ടേ? എന്നാൽ അപ്പൊ റിമാൻഡ് ചെയ്യണ്ടേ? ആ സ്ത്രീയെ എന്തുകൊണ്ട് റിമാൻഡ്? വെളിച്ചത്തില്ല, ഫോട്ടോ ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കേസെടുത്താൽ മതിയോ? കേസെടുത്തത് പുഴുങ്ങി തിന്നാൻ വേണ്ടി വെച്ചാൽ മതിയോ? പോലീസ് ഇരട്ടത്താപ്പ് നീതി കാണിക്കുന്നത്. ഇന്നലെയാണല്ലോ ആ സംഭവം ഉണ്ടായത്. ഇന്ന് തന്നെ കേസെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾക്ക് അതിന്റെ അറസ്റ്റ് ഉടനെ നടന്നുകൊള്ളാൻ വയ്യ? നടക്കണം. പോക്സോ കേസാണ്. പോക്സോ കേസിൽ നടന്നിരിക്കണം, ആ നിമിഷം നടന്നിരിക്കണം. കാര്യം പ്രായപൂർത്തിയാവാത്ത 16 വയസ്സായ പെൺകുട്ടിയെ ഏത് രീതിയിലാണ് കൊണ്ട് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പോയ സ്ത്രീയാണ്. അത്രയും നിഷ്ഠൂര പ്രവൃത്തി ചെയ്ത് അവരെ പിന്നെ എന്തിനാ ഈ കേസെടുത്ത് ഇനി എന്താ പറയാ രാഘവലെല്ലാം നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ കളം വരച്ചിട്ട് കബഡി നിരത്തി നോക്കണോ? അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണ്ടിയിട്ട് അവരെ റിമാൻഡ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം സ്ത്രീക്കും പുരുഷനും ഒരേ നീതി ഇവിടെ നടപ്പിലാവണം കേരളത്തില്. ഇവിടെ മറ്റുള്ള സ്ത്രീ ഇവിടെ പന്തീരങ്കാവിൽ അതിന്റെ നടപടികളാണല്ലോ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പോകുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം തന്നെ ഇവിടെ ഉണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അല്ല സ്ത്രീകളായതുകൊണ്ട് കുറച്ച് മുമ്പേ പോയിക്കോ, കുറച്ച് മുമ്പേ ആയിക്കോട്ടെ, അറസ്റ്റ് അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടോ എന്നതാണോ താങ്കളുടെ ന്യായം? അരമണിക്കൂറല്ല, 1 മിനിറ്റ് മുൻപേ പോകണം പുരുഷന്മാർക്ക് എന്നുള്ള ന്യായമാണ് പോലീസുകാർ എന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഒരു പോക്സോ കേസ് പ്രതി ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അന്ധയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാവാത്ത പോക്സോ കേസാ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 160 ദിവസമാണ് ജയിലിൽ കിടന്നത്. അറിയോ? പോലീസിന് എന്താ, ഇവിടുത്തെ പോലീസിന് അന്വേഷിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണോ? ഏറ്റവും വലിയ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു പോലീസ് സേനയാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള പോലീസ് ജയ്മോനെ 160 ദിവസമാണ് ജയിലിലിട്ടിരുന്നത്. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? അദ്ദേഹം റിമാൻഡിൽ നിന്ന് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കി നേരെ കോടതിയിൽ പോയി വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കി ഈ കഴിഞ്ഞ മാസം. എന്നിട്ട് ഞങ്ങളത് പത്രസമ്മേളനം വിളിച്ച്, ട്രിവാൻഡ്രം പത്രസമ്മേളനം വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ എത്ര മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു. ഒരു തെറ്റായിട്ടൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വ്യാജ പരാതിയിൽ ഒരു യുവാവ് അറസ്റ്റ് വരിച്ചിട്ടുണ്ടെങ്കിൽ, ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതി പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അത് വിചാരണ കൂടാതെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. വിചാരണ കൂടാതെ അദ്ദേഹം പുറത്തു വരണമെങ്കിൽ എന്തുമാത്രം അദ്ദേഹത്തിന്റെ ഭാഗം ശരിയുണ്ടായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയും ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് എറണാകുളത്ത് പ്രസ് മീറ്റ് വെച്ച് നടത്തി. ഞങ്ങളെ വേറെ 1-2 പേർ തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജയ്മോനെ ജയിലിലാക്കിയതാണെന്ന്. എന്നിട്ട് പോലും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. എന്തടിസ്ഥാനത്തിലാണ്? എല്ലാ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ സമയമില്ലല്ലോ. ഈ ചർച്ചയിൽ എല്ലാ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് എത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ പൾസർ സുനി ഈ നിലയിൽ നിയമ പോരാട്ടത്തിലൂടെ പുറത്തു വരുമ്പോൾ ആരാണ് പൾസർ സുനിക്ക് പിന്നിലുള്ളത് എന്ന ഒരു സംശയം ബലപ്പെട്ടിട്ടുണ്ടല്ലോ. അരിയാഹാരം കഴിക്കുന്നവരായാലും ബിരിയാണി കഴിക്കുന്നവരായാലും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകും ആരാണ് എന്നത്. പക്ഷേ ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്നത് പൾസർ സുനിയാണ്. പിന്നെ അങ്ങനെ ഒരാൾക്ക് എന്തിന് ജാമ്യം മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്ന ദിലീപിന്റെ അനുയായികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആരാണ് പൾസർ സുനിയെ പുറത്തു കൊണ്ടുവന്നത്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ പ്രധാനമായിരിക്കെ ഇനിയിപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകൾ എത്രമാത്രം കാര്യപ്രസക്തമല്ലാത്തതാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? കേസ് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടാനോ ഇനിയും നടപടികൾ നീട്ടിക്കൊണ്ടു പോകാനോ ഒക്കെ ഇടവരുത്തുമോ? മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനോടകം തന്നെ വലിയ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു, എന്തെങ്കിലും ഒന്ന് വാ തുറന്നാൽ തന്നെ. പക്ഷേ അങ്ങനെ ഒരു കാര്യം മാത്രം കോടതിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഫലവത്താകാൻ പോകുന്നത് ഒരുപക്ഷെ അത് മാത്രമായിരിക്കും. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതിനോടകം തന്നെ സുപ്രീം കോടതി ഡെഡ് ലൈൻ നിശ്ചയിച്ചിട്ട് പോലും വിചാരണ നടപടികൾ എങ്ങനെയൊക്കെ നീണ്ടുപോകുന്നു സമാനതകളില്ലാത്ത നിലയിലെന്ന് നമ്മൾ കാണുകയുമാണല്ലോ. തീർച്ചയായിട്ടും ഈ കേസ് സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ 8ാം പ്രതി ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള വാർത്തയിലും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജാമ്യം കിട്ടിയ പൾസർ സുനിയുടെ നാവിൽ നിന്ന്, ഒരു കത്തിൽ നിന്ന്, ജയിലിൽ നിന്നാണ് അദ്ദേഹം ഇതിനകത്തിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ കേസിൽ സ്പെഷ്യൽ ടീം അന്വേഷിച്ചു. അതിന് പ്രത്യേകമായിട്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നു. ഇപ്പൊ ഇത് വന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടായി. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ട് വന്നു. അതിനോടൊപ്പം തന്നെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും വേറെ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് കേസുകൾ ഇതിനനുബന്ധമായി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ കേസുകളൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പൊ ചില കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഇത് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഈ മുഖ്യ കേസില്, അത് നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന കേസിലെ മുഖ്യ കേസിലെ സാക്ഷികളെ എത്രമാത്രം കൂലങ്കഷമായിട്ടും അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ക്രോസ് വിസ്താരം ചെയ്തതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എന്നാലും ശരി, ഇത് വളരെ കൂടുതൽ നീണ്ടുപോയി. അത് കോടതിക്ക് നിയന്ത്രിക്കാമായിരുന്നു. നിയന്ത്രിക്കാത്തടത്തോളം അതിനെ പറഞ്ഞ് പരിവേദന വിട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ഈ കേസിന് അനുബന്ധമായിട്ടുണ്ടാകുന്ന പല സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് പല കേസുകളും ഉണ്ടാക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇതൊക്കെ വരുന്ന അവസരത്തിൽ ഇതിന് അടിസ്ഥാനരഹിതമാണ് എന്നും അതല്ലെങ്കിൽ കരുതിക്കൂട്ടി കള്ളക്കേസായിട്ട് അല്ലെങ്കിൽ ഈ പ്രതിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ശ്രമിക്കും. അതിനെ ഏതെങ്കിലും രീതിയിൽ തകർത്തതിന് ശേഷം ഈ കേസിൽ ഇനി അനുബന്ധ കേസുകളിലും ഈ കേസിൽ കിട്ടുന്ന മൊഴി ഉപയോഗിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ക്രോസ് വിസ്താരം. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിനകത്തിലൊരു പ്രതികള് ചിലർ പറയുന്നത് അദ്ദേഹം ഒരു വില്ലനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന മുഴുവൻ തെളിവുകളും അദ്ദേഹത്തിലൂടെ ഈ ക്രോസ് വിസ്താരത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനന്തമായ അദ്ദേഹത്തിന്റെ ക്രോസ് വിസ്താരം നീണ്ടുപോയത്.
അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക ഒരു കേസിൽ നമ്മൾ ഈ നീണ്ടുപോയതിനെ പറ്റി വലുതായിട്ട് കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളായാലും ശരി, പരമാവധി അവരെ ബുദ്ധിമുട്ടിച്ച് ഈ സാക്ഷിമൊഴികളെ ആരായാലും ശരി, ഏത് വക്കീലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ലോയർ ആയിട്ടുള്ള അവർ പറയുന്നതൊക്കെ പരമാവധി ഈ അവസരമേ കിട്ടുള്ളൂ, ഇതിന് ശേഷം അവർക്ക് അവസരമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ അനുബന്ധമായ കേസുകളൊക്കെ പിന്നീട് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നിന്ന് വീണ് കിട്ടുന്ന ഏതെങ്കിലും ചെറിയ തെളിവിന്റെ ശകലങ്ങളായിരിക്കണം അവർ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവര് ശ്രമിച്ചിട്ടുണ്ട്. അതിന് അവരുടെ ലോയർമാര് എത്രയോ കൂടുതൽ പ്രഗത്ഭരെ അവര് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാക്സിമം എഫർട്ട് അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കോടതി തടയാതിരിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലുതായിട്ടൊന്നും പറഞ്ഞതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോ അതിനെ ഇതൊക്കെ ഇത്രയും താമസിച്ചു പോയതിന് കുറ്റം പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇത് താമസിക്കുന്നതിന് എല്ലാവരും ഇതിന്റെ ഭാഗമക്കളാണ്. ദിലീപാണ് അതിന്റെ മുഖ്യ പങ്കാളി എന്ന് നമുക്ക് പറയാൻ സമ്മതിക്കേണ്ടി വരും. വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോയപ്പോൾ വിചാരണ കോടതി ഇടപെടാത്തത് നിർഭാഗ്യകരമെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇവിടെ അധികാരവും പണവുമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ നടപടികളെ, കോടതി നടപടികളെ പോലും സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പോലും പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് അജിത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഇപ്പോൾ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്ന വെളിപ്പെടുത്തലിലെ നടിയുടെ അവസ്ഥ. ആരോപണ വിധേയൻ അധികാരത്തോടുകൂടി ജാമ്യം കിട്ടി പുറത്തു നിൽക്കുകയാണ്. അവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് പോക്സോ കേസാണ്. ഉടൻ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഇരയെ സംബന്ധിച്ച് ഇനി നിയമ പോരാട്ടം എത്രമാത്രം സാധ്യമാകും? അവർക്കെതിരെയുള്ള കേസിൽ നിന്ന് ഊരി വരാനാണോ ശ്രമിക്കുക, അതോ ജനപ്രതിനിധി ഉൾപ്പെട്ട കേസുമായി മുന്നോട്ട് പോകാനാണോ കഴിയുക എന്നത് സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയും പണം ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്നു, പ്രശസ്തിയും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് വിചാരണ ഇത്രമാത്രം നീണ്ടുപോയത്? അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് ഈ ദിലീപിന്റെ അഭിഭാഷകനാണ് എന്നത് ഓർക്കുകയും വേണം. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ എല്ലാ കേസുകളിലും നമ്മൾ ഇതുതന്നെയാണ് കണ്ടുവരുന്നത്. നീതി കിട്ടുക എന്നത് എത്രമാത്രം ശ്രമകരമായ ദൗത്യമായി മാറും? തീർച്ചയായിട്ടും നീതി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. കാശുള്ളവന് തന്നെ നീതി വളരെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. കാരണം കേരളത്തില്, ഇന്ത്യയിൽ തന്നെ എനിക്കറിയാം, ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ പിടിച്ചു വെച്ച് ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇറേസ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാവുക. എന്നിട്ട് ആ ചെയ്ത അങ്ങനെ, അതായത് ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് പറയും, എവിഡൻസുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ആളുകളൊന്നും ഇതില്, വക്കീലന്മാരാവട്ടെ, ക്ലർക്കന്മാരാവട്ടെ, ജൂനിയേഴ്സ് ആവട്ടെ, അവരൊന്നും ഇതിൽ പ്രതിയാവാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സ്പെഷ്യൽ ഒരു എക്സ്ട്രാ വക്കാലത്ത് എഫ്ഐആർ ഇടുകയോ കേസ് മുന്നോട്ട് വരികയോ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പുതിയ കീഴ്വഴക്കങ്ങളും സമാനതകളില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെയാണ് പ്രതിക്ക് ലഭിച്ചിട്ടുള്ളത്, 8ാം പ്രതിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം അത് ഈ ഗൂഢാലോചന തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ആ ഫോണിന്റെ ഉള്ളിലെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ വിഷയമാണ്. പിന്നെ സാക്ഷി പറയുന്ന ആളുകൾ മുഴുവൻ കൂറുമാറുന്ന ഒരു അവസ്ഥയുണ്ട് പല രീതിയിൽ. അപ്പം ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അതിലെ കാര്യങ്ങളൊക്കെ പറയുന്ന അതൊരു വലിയ കഥ ആയിരിക്കും അതിലേക്ക് പോവാണെങ്കിൽ. ഞാൻ പറയുന്നൊരു സംഗതി, ഇപ്പൊ നല്ല ചികിത്സ കിട്ടാൻ കൂടുതൽ പണം ചിലവാക്കി വലിയ വലിയ ആശുപത്രികളിൽ പോകണം എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് നീതി കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അഡ്വക്കേറ്റ്സിനെ വെക്കേണ്ടി വരും. അവർക്ക് ഏറ്റവും നല്ലത് എന്നുള്ള കോട്ടൺ കോട്ടിലെ ഞാൻ പറയുള്ളൂ. അതിനെ ഒരു പ്രത്യേക രീതിയിലുള്ള നന്മയായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കുള്ളൂ. കാരണം അവര് വന്ന് നിന്നാൽ മാത്രം പറയുമ്പോൾ ജാമ്യം കിട്ടുകയും അതേ വാക്കുകൾ, അതേ ആർഗ്യുമെന്റ്സ്, അതേ നിയമം വെച്ച് സംസാരിക്കുന്ന മറ്റൊരു വക്കീലിന് അതേ കേസിൽ തന്നെ ജാമ്യം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അപൂർവതകളിൽ അപൂർവമായി സംഭവിക്കുന്ന ചില സംഗതികളൊക്കെ നമ്മുടെ കോടതികളിലൊക്കെ എപ്പോഴും കാണാം. വളരെ അത്ഭുതകരമായിട്ടുള്ള സംഗതികളാണ്. അത് ഒരു വിദേശ കോടതിയിലോ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ, ഈ കേസിൽ എന്ത് വിധി പറയണം, നാളെ ജഡ്ജസിനെ മാറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് എങ്ങനെയായിരിക്കും ഇത്, ഏത് ഓഫീസാണ്, ആ ജഡ്ജിന്റെ മകനാണോ, ഈ രീതിയിലുള്ള ബന്ധമാണോ, ഇവര് ക്ലാസ്മേറ്റ്സ് ആണോ, ഇവര് പാർട്ടിക്കാരാണോ എന്നൊന്നും നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ചും കൂടി മെക്കാനിക്കൽ ആയിട്ടുള്ള മനുഷ്യ ടച്ച്, ഹ്യൂമൻ ടച്ച് ഒഴിവാക്കിയിട്ട് വരേണ്ടി വരും ചിലപ്പോൾ നീതി കിട്ടണമെങ്കിൽ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ പറയും അയ്യോ ഹ്യൂമൻ ടച്ച് വേണമല്ലോ എന്ന്. ഇങ്ങനത്തെ വളരെയധികം ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോർമുല വെച്ചുകൊണ്ട് ഇതാണ് നീതി, ഇങ്ങനെയാണ് നീതി നടപ്പിലാവുക എന്ന് പറയാൻ സാധിക്കില്ല. അത്
പ്രതിയും ആളുകളും സാഹചര്യവും കേസും എല്ലാം അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എന്തായാലും നീതിക്കായുള്ള പോരാട്ടം, അതിലേക്കുള്ള വഴികൾ എത്രമാത്രം ദുർഘടമാണ് എന്നതാണ് ശ്രീമതി ആശ ഉണ്ണിത്താൻ നമ്മളോട് വിശദീകരിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ. വളരെ നന്ദി ശ്രീമതി ആശ ഉണ്ണിത്താൻ, സുഭാഷ് ബാബു, ശ്രീ അജിത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.